ട്രെയിൻ കടന്നു പോകുന്നത് തലയിൽ കൈവച്ച് കഷ്ടതയോടെ ഋഷി നോക്കി നിന്നു. സിത്തു കൈകൾ വീശി ബൈ പറയുന്നു. കയ്യിലിരിക്കുന്ന കവറിലെ വസ്തു കണ്ടാൽ അവൻ്റെ കൈത്തലം തൻ്റെ കരണത്ത് വീഴും. വായിൽ നിന്നും വേറെയും ഓർത്തപ്പോൾ തന്നെ ഋഷി തല കുടഞ്ഞു. പുളിച്ച നല്ല പച്ചത്തെറി. ഋഷി ഏകദേശം ആളൊഴിഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും സിത്തു തെറി പറയുന്ന രംഗം ചുമ്മാ ഒന്ന് ഇമേജ് ചെയ്തു. ഓർക്കുമ്പോൾ തന്നെ ഭയങ്കരം. അതിലോലൻ എന്ന വീട്ടുകാർ പേരിട്ട സിത്തുവിൻ്റെ തനി നിറം വായിൽ നിന്നും കേൾക്കേണ്ടി വന്ന പച്ചത്തെറിയിൽ ഉണർന്നു വരുന്ന ഓർത്ത് ഋഷി കണ്ണു തിരുമ്മിക്കൊണ്ട് കടയിലേക്ക് നടന്നു. എടോ, താൻ എവിടെ നോക്കിയ ആളുകൾക്ക് സാധനം കൊടുക്കുന്നത്? മത്തങ്ങ പോലെ രണ്ടു ഉണ്ടല്ലോ. എന്നിട്ടാണല്ലോ ഇമ്മാതിരി വേഷം കെട്ട്. ഒറ്റ മാത്രയിൽ കടക്കാരന് ഋഷിയെ മനസ്സിലായി. അയ്യോ സോറി, എല്ലാത്തിനും കാരണം ഇവളാ. ഇവളുടെ മുടിഞ്ഞ ഒരു മൊബൈൽ ഭ്രാന്ത്. ആ പെണ്ണ് നിങ്ങളെ കുറേ നേരം ഇവിടെ അന്വേഷിച്ചു. ആര്? അല്ല, കവർ മാറിയല്ലേ? ആ കൊച്ചിൻ്റെ കവറല്ലേ നിങ്ങൾ കൊണ്ടുപോയത്? ഓ, എന്നിട്ട് അവൾ എവിടെ? അത് ആ ട്രെയിനിൽ പോയല്ലോ. അതിന് ഞാൻ വേറെ കൊടുത്തു. പകരം നിങ്ങൾ വാങ്ങിയ കിറ്റ് ആ പെണ്ണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇത് കിട്ടിയിട്ട് എനിക്കെന്തിനാ? തനിക്കറിയോ, ആ കിറ്റ് കൊണ്ടുപോയവൻ എനിക്ക് തെറിയുടെ ആറാട്ട് നടത്തും. സിത്തുവിനെ പറ്റി ഋഷി പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് താ. അവൻ്റെ തെറി കേട്ടുകൊണ്ടിരുന്ന് സ്നാക്ക് അകത്താക്കാം. കടക്കാരൻ്റെ കയ്യിൽ നിന്നും കവറും വാങ്ങി അതൊന്നും വീണ്ടും പരിശോധിച്ച് ഋഷി സ്റ്റേഷനിൽ വിട്ടു. ഋഷി ഏൽപ്പിച്ച കവർ സിത്തു ബാഗിൽ വെച്ച് പൂട്ടി. ഒരേ ട്രെയിനിൽ വിവിധ കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാരായിരുന്നാണ് സിത്തുവും ശ്രേയക്കും ബാംഗ്ലൂരിലേക്കാണ്. ഒരേ സിറ്റിയിലേക്ക് തന്നെയാണ് പോകുന്നത്. സിത്തു സീറ്റിൽ ഇരുന്നപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആദ്യം അമ്മയെ വിളിച്ച് ട്രെയിൻ കയറി എന്ന വിവരം അറിയിച്ചു. ഋഷി പോന്നിട്ടുണ്ടെന്നും. ഋഷി ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് കണ്ണടച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങി. ഇടയ്ക്ക് പെട്ടെന്ന് ശ്രേയയെ ഓർത്തപ്പോൾ ഒന്ന് വെറുതെ വീണ്ടും ട്രൈ ചെയ്തു. ഷെടാ, ഈ പെണ്ണിൻ്റെ ഫോണ് ഇതെന്തു പറ്റിയത്? സിത്തു അസ്വസ്ഥനായി. വീഡിയോ പ്രചാരണത്തിൻ്റെ പിറകിൽ തൻ്റെ കൈകൾ ഉണ്ടെന്ന് ശ്രേയ തെറ്റിദ്ധരിച്ചു കാണുമോ? അല്ല, ആ പെണ്ണിനോട് താൻ അപമര്യാദയോടെ പെരുമാറിയാലോ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പറയാൻ പാടില്ല. അവളെന്നോട് സോറി പറഞ്ഞതാണ്. എന്നിട്ടാണ് താൻ അങ്ങനെ? പാട്ട് കേൾക്കാനുള്ള സിത്തുവിൻ്റെ മൂഡ് പോയി. ആരെയും വേദനിപ്പിക്കാൻ നോക്കാറില്ല. പക്ഷേ ഇത് ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും മുന്നിൽ ആകെ നാണം കെട്ട അവസ്ഥയിലായിപ്പോയി. അതാണ് ശ്രേയ. എന്നാലും സോറി, സിത്തു മനസ്സിൽ പറഞ്ഞു. അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ നേരിൽ കണ്ട് സോറി പറയണം. ഋഷി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സിത്തുവിൻ്റെ ശ്രദ്ധ പിന്നീട് ഫോണിൽ ന്യൂസിലേക്കായി. പലതരത്തിലുള്ള വാർത്തകളിലൂടെ സിത്തുവിൻ്റെ നോട്ടം കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വാർത്തയിൽ സിത്തുവിൻ്റെ കണ്ണുടക്കി നിന്നു. ഫേക്ക് അശ്ലീല വീഡിയോ പ്രചരിച്ചതിൽ മനം നൊന്ത് യുവതി ആത്മഹത്യ ചെയ്തു. ആ വാർത്ത കണ്ടപ്പോൾ സിത്തുവിൻ്റെ ഉള്ളിൽ ഒരു പിടപ്പ് പോലെ തോന്നി. ചിലരുടെ മനസ്സ് ഒട്ടും കട്ടിയുണ്ടാവില്ല. അതുകൊണ്ട് പ്രോബ്ലം എങ്ങനെ ഫേസ് ചെയ്യും എന്ന ചിന്തയ്ക്കും മുൻപ് ആത്മഹത്യയിലേക്ക് മനസ്സ് തിരിയുന്നത്. ശ്രേയ അങ്ങനെ വല്ലതും ചിന്തിക്കുമോ? ഇല്ല. ഈ ഒരു ഫണ്ണി വീഡിയോ കാരണം അവൾ അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ അറിയില്ലല്ലോ എങ്ങനെ ഏതു വിധമൊക്കെ ആ വീഡിയോ അവളെ ബാധിക്കുമെന്നൊക്കെ. സിത്തു ഫോൺ ഓഫാക്കി എടുത്തു വെച്ചു. അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ശ്രേയ ഉണ്ടായിരുന്നു. അവളും വിഷമത്തിലാണ്. ഈ യാത്ര എങ്ങോട്ടെന്നറിയാതെ മണിക്കൂറുകൾ കഴിഞ്ഞു. ബാംഗ്ലൂരിൽ കാല് കുത്തുന്ന താൻ എങ്ങോട്ട് പോകും ഒന്നും തീരുമാനിച്ചില്ല. മേഘയുടെ മുഖയും മിയയുടെ കുറ്റപ്പെടുത്തലും തളർത്തിയ മനസ്സിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ ദൃഢത പോരാ. അങ്ങനെ പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് താൻ മദ്യത്തിന് വീണത്. തുടക്കം ബീറിൽ നിന്നും. അത് മിയയുടെ കൂടെ ചില കമ്പനി രാത്രികളിൽ 3 ബാംഗ്ലൂരിൽ വെച്ച്. പിന്നെ മിയ പരിചയപ്പെടുത്തിയ വിലയേറിയ ഫോറിൻ ബ്രാൻഡ്. മെല്ലെ മെല്ലെ മദ്യം വേദനകളുടെ ആഴം പരിമിതിപ്പെടുത്തുമെന്ന് തോന്നലിൽ മടി വിളിച്ചു തുടങ്ങി. ഒടുക്കം നല്ല പേരും കിട്ടി. സിത്തു നല്ലൊരു മനുഷ്യൻ എന്ന് കരുതി. സിത്തുവിൻ്റെ കുഴപ്പമല്ല, തൻ്റെ മാത്രം. താൻ എല്ലാവരെയും വെറുപ്പിക്കും. തന്നെ സ്നേഹിക്കുന്നവരെ പോലും. സമയം കടന്നുപോയി. സിത്തുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. സമയം 12 കഴിഞ്ഞു. ട്രെയിനിൽ നിന്നും ഇടയ്ക്കിടെ പുറപ്പെടുന്ന ചൂളം വിളി കേട്ട് സിത്തു കണ്ണു ചിമ്മി ഉണരും. പിന്നെ വീണ്ടും ഉറങ്ങിപ്പോകും. 1:30 സിത്തു ഉണർന്നു. പിന്നെയും അവന് ഉറക്കം വന്നില്ല.
മിക്കപ്പോഴും സിത്തു അങ്ങനെയാണ്. പാതിരാത്രി ഉണർന്നു വന്നാൽ പിന്നെ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ട്രെയിനിലെ സ്ഥിതി ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല. ബാഗ് എടുത്ത് മടിയിലേക്ക് കയറ്റി വെച്ചപ്പോഴാണ് ഉള്ളിൽ വെച്ചിരുന്ന ഋഷി ഏൽപ്പിച്ച കവർ സിത്തു ഓർത്തത്. സിബ്ബ് തുറന്ന് സിത്തു കവർ പുറത്തേക്കെടുത്തു. ഈ സമയം സ്നാക്ക് കഴിക്കാം എന്നോർത്ത് തുറന്നതല്ല. വെറുതെ എന്ന് നോക്കാം മനസ്സ് പറഞ്ഞു. ഋഷി സ്നേഹത്തോടെ തന്നത് നോക്കാൻ കവർ തുറന്നു സിത്തു അതിൽ നിന്നും കോള എടുത്തു. കുഴപ്പമില്ല, പക്ഷേ അവനറിയാം താൻ കോള കുടിക്കില്ല എന്ന്. വെള്ളക്കുപ്പിയും ദാഹത്തിന് കരുതി. ഇതിലെവിടെ സ്നാക്സ്? ഓ, ഇതാകും. കടലാസ് പൊതി അയച്ച് സിത്തു ആകെ വിളറിപ്പോയി. ഇതെന്താ വിസ്പറോ? എടാ ഋഷി, നിന്റെ ഉള്ള കളി ഇനിയും തീർന്നില്ലേ? അടുത്തിരിക്കുന്ന ആൾ ഉറക്കത്തിലാണ്. അല്ല, ഇതിലിപ്പോൾ നാണിക്കാനെന്താണ്? പക്ഷേ ഋഷി, നീ എനിക്കിട്ട് ഈ പണി തന്നത് മനഃപൂർവ്വമല്ലടാ. വേഗം കവർ പൂട്ടി സിത്തു ഋഷിയെ അപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ ആവേശത്തിലും വിളിച്ചു. ഏത് നിമിഷവും സിത്തുവും കോൾ പ്രതീക്ഷിച്ച് ഋഷി ഉറങ്ങിപ്പോയി. കോൾ വന്നത് പക്ഷേ വളരെ കൃത്യമായി. പുള്ളി അറിയാൻ ചെയ്ത് ഫോൺ എടുത്തപ്പോഴേക്കും സിത്തുവിൻ്റെ തെറി. ഹോ, ഋഷിയുടെ ഉറക്കം പോയി. എടാ, എൻ്റെ കുഴപ്പമല്ല, ആ കടക്കാരൻ മാറിയതാ. സിത്തു വിശ്വസിച്ചില്ല. നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തൻ്റെ പ്രാങ്ക് മണത്തു എന്ന് സിത്തു പറഞ്ഞു. ഋഷി കരുതിയ പോലെ തന്നെ. സിത്തു, നാളെ പറയാം. ഞാൻ ഫോൺ വെക്കണോ? ഋഷി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അല്ലെങ്കിലും അവന് എന്നെ ഉറക്കൂല എന്ന് പറഞ്ഞ് തലയിലൂടെ പുതപ്പിട്ട് മൂടി പുതച്ചു കിടന്നു. ശവൻ ഫോൺ വെച്ചു കളഞ്ഞു. സിത്തു ഫോൺ പ്രാഗി വെച്ചു. പെട്ടെന്നാണ് ട്രെയിൻ പതുക്കെ നിന്നത്. ഇതിവിടെ പിടിച്ചു നിർത്തിയിടാൻ പോകുകയാണോ? എത്ര നേരമാണാവോ? അപ്പുറത്തെ യാത്രക്കാർ കലപില കൂട്ടുന്ന ശബ്ദങ്ങൾക്കിടയിൽ സിത്തു കേട്ടു. ട്രെയിൻ ചങ്ങല വലിച്ചതോ ചെറുപ്പക്കാരൻ നിർത്തിയതാണ്. ട്രെയിനിൽ നിന്ന് ആരോ എടുത്തു ചാടിയെന്ന്. അല്ല, വീണതാ. ബഹളങ്ങൾ. സിത്തു സീറ്റിൽ നിന്നും എഴുന്നേറ്റു. എന്താ ഉണ്ടായേ? ആളുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് സിത്തു ചോദിച്ചു. വിജനമായ പ്രദേശത്താണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ഏതാനും ചെറിയ റോഡുകൾ അതിനരികിലൂടെ കടന്നു പോകുന്നുണ്ട്. സിത്തു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഏതോ തമിഴ് ഫാമിലിയാ. ഭർത്താവിനോട് തല്ലുകൂടി ഭാര്യ എടുത്തു ചാടി. പുല്ലിലേക്ക് വീണിട്ടുണ്ട്. ചത്തിട്ടില്ല. നല്ല പരിക്കുണ്ട്. പെണ്ണിൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ ഇറങ്ങിയിരിക്കുന്നു. സിത്തു പോയില്ല. തിരികെ വന്നു സീറ്റിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ പതുക്കെ ചലിച്ചു തുടങ്ങി. താമസിയാതെ ട്രെയിൻ ബാംഗ്ലൂരിലെത്തി. പുറത്തേക്കിറങ്ങി ലഗേജും കൊണ്ട് നിൽക്കുമ്പോൾ ശ്രേയയ്ക്ക് മനസ്സിൽ തെളിഞ്ഞ വഴി. ലല്ലുവിൻ്റെ വീട്ടിലേക്കുള്ള കോളനിയിലേക്കുള്ള ഒറ്റ തിരിഞ്ഞ വഴി. സിത്തു ട്രെയിനിൽ നിന്നും ഇറങ്ങി. ഇനി നേരെ റൂമിലേക്കാണ് യാത്ര. പോയി ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ മുതൽ ജോലിക്ക് കയറണം. സാലുവിൻ്റെ കല്യാണത്തിന് ആൻറ്റി ഇട്ടുവട്ടം കറക്കിയ ക്ഷീണം എത്ര ഉറങ്ങിയാലും തീരില്ല. സിത്തു സ്റ്റേഷനിൽ നിന്നും വെളിയിൽ ഇറങ്ങി ഓട്ടോയ്ക്ക് നിന്നു. കുറച്ചു മാറി ഓട്ടോയും വേണ്ടി ശ്രേയയും ഉണ്ടായിരുന്നു. യാത്രക്കാരെ സ്റ്റാൻഡിൽ വിട്ട് തിരികെ വരുന്ന ഓട്ടോകളിൽ രണ്ടുപേരും കയറി. സ്റ്റേഷനിൽ നിന്നും നേരെ പോയി 2 സ്ഥലങ്ങളിലേക്ക് തിരിയുന്ന റോഡിലേക്ക് 2 ഓട്ടോകളും വേർപിരിഞ്ഞു. സിത്തു തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കും ശ്രേയ മുൻപ് തൻ്റെ കൈയബദ്ധത്തിൽ ഇഞ്ചക്ഷൻ മാറി ചലനം നഷ്ടപ്പെട്ട വീൽ ചെയറിൽ ജീവിതം ബാക്കിയായിപ്പോയ ലല്ലുവിൻ്റെ അരികിലേക്കും അവൻ്റെ എല്ലാ ബർത്ത്ഡേയ്ക്കും ശ്രേയ പോകാറുണ്ട്. കൂടാതെ അവളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ആ കുടുംബത്തിനു വേണ്ടി ശ്രേയ ചെയ്തു കൊടുക്കും. ഓട്ടോ മെയിൻ റോഡിൽ നിന്നും കോളനി റോഡിലേക്ക് കയറി. ഇപ്പോൾ കുറച്ച് നാളുകൾ കൂടിയാണ് ശ്രേയ ഇങ്ങോട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ കുറ്റബോധം അവളുടെ മുഖത്ത് കാണാം. അണ്ണാ, ഇവിടെ നിർത്തിക്ക. ശ്രേയ കാശ് കൊടുത്ത് റോഡരികിൽ നിന്ന് നീങ്ങി. കുറച്ചുകൂടി നേർത്ത വഴിയിലൂടെ വളഞ്ഞു തിരിഞ്ഞു നടന്നു. ആകെ കൊച്ചു വഴിയോടെ ചേർന്ന് കൊച്ചു കുടിലുകളിലൂടെ അതിൻ്റെ മുൻഭാഗവുമൊക്കെയുണ്ട്. ലല്ലുവിൻ്റെ അമ്മ മലയാളിയാണ്. അച്ഛൻ തമിഴനും. പണ്ട് നാട്ടിൽ ജോലിക്ക് വന്നപ്പോൾ പ്രേമിച്ചു കൂടെ കൂടിയതാണ് ലല്ലുവിൻ്റെ അമ്മ ശാലിനി. ലല്ലു മുറ്റത്ത് നിന്ന് ശ്രേയ ലഗേജ് കയ്യിൽ പിടിച്ച് കയച്ചപ്പോൾ വെച്ചിട്ട് വിളിച്ചു. ലല്ലുവിന് പകരം ശാലിനിയാണ് വന്നത്. ഹായ് ശ്രേയക്കുട്ടി, വാ കേറിരി. ലല്ലു ഇല്ല, അവൻ സ്കൂളിൽ പോയി. അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? വണ്ടി വരും. സ്കൂൾ ബസ്. പോകുമ്പോൾ ഞാൻ കയറ്റി വിടും. അവിടെ ആയ ഹെൽപ്പ് ചെയ്യും. എന്താ ചെയ്യുക? എത്ര കാലം ഇതിനുള്ളിൽ ഇരിക്കുക?
എൻ്റെ മോൻ. അല്ല, അത് പോട്ടെ, ഇതെന്താ പെട്ടി ബാഗൊക്കെ? ശ്രേയ മതിലിൽ തളർന്നിരുന്നു. ആദ്യം അവൾ വാങ്ങിയ ഫ്രൂട്ട്സും ബേക്കറി സാധനങ്ങളും ശാലിനിക്ക് കൊടുത്തു. ഞാൻ പോന്നു ചേച്ചി, മടുത്തു അവിടെ. അല്ല, ഇറക്കി വിട്ടു എന്നെ. ആര്? മേഘക്കുട്ടിയാ? നന്നായി, അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവിടെ അവളുടെ വഴക്ക് കേട്ട് നിൽക്കണ്ട എന്ന്. നമുക്ക് നാണയം മാനമൊക്കെ ഇല്ലേ ശ്രേയ? ശ്രേയയുടെ എല്ലാ കഥകളും ആ കുടുംബത്തിന് അറിയാം. ഒരിക്കലും മകൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായി ശ്രേയയിൽ നിന്നും കിട്ടുന്നതൊന്നും ഒരു പ്രതിഫലമായി ആ കുടുംബം കണക്കാക്കിയിട്ടില്ല. ലല്ലുവിനോട് അവൾക്കുള്ള വാത്സല്യം അതേ അവർ കാണുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. ചേച്ചി, 2 ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ, വേറൊരു റൂം ശരിയാകും വരെ. എന്താ മോളെ, നീ ഇവിടെ നിന്നോ. അതിനെന്താ? ഇനി എന്താ നിന്റെ പ്ലാൻ? ഒരു ജോലി ഇപ്പോഴും ഉണ്ടോ? ശാലിനി ആംഗ്യം കാണിച്ചു. വെള്ളമടി ഇപ്പോഴും ഉണ്ടോ എന്നാണ് ശാലിനി ചോദിച്ചത് എന്ന് ശ്രേയക്ക് അറിയാം. അത് നിർത്താൻ പറ്റിയിട്ടില്ല ചേച്ചി. നന്നായി. എന്നാ ഇന്ന് എൻ്റെ സെൽവണ്ണൻ്റെ കൂടെ ഇരുന്നിട്ടടിക്കാം. കമ്പനിക്ക് ഒരാളായി. ഒരു തമാശ പറഞ്ഞിട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. ശാലിനി അവളെ കൂട്ടിക്കൊണ്ടടുത്തേക്ക് പോയി. അകം എന്നുവച്ചാൽ കൊച്ചു കുടിലാണ്. ഒരു മുറി, പിന്നെ വെപ്പും തീറ്റയും ഒരിടത്ത് തന്നെ. ഇവിടെ ഇരിക്ക്. പുൽപ്പായ വിരിച്ച് ശാലിനി സവ് കത്തിച്ച് ചായയ്ക്ക് വെള്ളം വെച്ചു. ഇവിടെ ശ്രേയക്കുട്ടി, ഈ സൗകര്യമൊക്കെ പറ്റുമോ? ശാലിനി ചോദിച്ചു. അതിനുത്തരം ശ്രേയയുടെ വക സ്വയം പരിഹസിച്ചു കൊണ്ടുള്ള ഒരു ചിരിയായിരുന്നു. ഈ വീട് പോലും ഈ സൗകര്യം പോലും സ്വന്തമായി ഇല്ലാത്തവളല്ലേ ചേച്ചി ഞാൻ? ചോദിക്കണം ശ്രേയ, ചോദിക്കണം, വാങ്ങണം. കേസ് കൊടുക്കണം. നിന്റെ അച്ഛൻ്റെ ശേഖറിൻ്റെ പേരിലും അമ്മയുടെ പേരിലും. പഞ്ചസാരപ്പൊടിയും ഇളക്കിക്കൊണ്ട് ശ്രേയയോട് ശാലിനി പറഞ്ഞു. തിളയ്ക്കുന്ന ചായയെ നോക്കി ശ്രേയ അതിന് വെറുതെ ചിരിയും മാത്രം ഉത്തരമായി നൽകി. യുദ്ധത്തിന് ഞാനില്ല ചേച്ചി. ഇല്ല, എനിക്കൊന്നിനും വയ്യ. ആകെ നശിച്ചു പോയി ഞാൻ. നശിപ്പിച്ചു. ജന്മം തന്ന തന്ത മുതൽ ഇന്നലെ കണ്ടവർ വരെ. ശ്രേയയുടെ കാപ്പി നിറമുള്ള കണ്ണുകൾ നിറയുന്നത് ശാലിനി കണ്ടു. പിന്നീട് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. കൊട്ടാരമുറ്റത്ത് നിന്ന് കാലിലെന്നിൽ ഭവാനി അമ്പാൾ പോകുന്നത് നോക്കി വീർപ്പിമുട്ടലോടെ അയാൾ താഴേക്ക് നോക്കി നിന്നു. അമ്മയുടെ ഈ വഴിപാടെങ്കിലും ഒന്ന് ഫലിച്ചു കണ്ടാൽ മതി. അങ്ങൊന്നു ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഇപ്പോൾ ഫിനിഷ് ആയില്ലേ? ഓടി വന്ന് ലാപ്ടോപ്പിലേക്ക് നോക്കി അയാൾ തിരിഞ്ഞു നോക്കി. പുതിയ ആപ്പ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓഫീസിൽ നിന്ന് വന്ന കമ്പ്യൂട്ടർ എക്സ്പെർട്ട് നാദിർ ഷാ വരച്ച ഫോട്ടോ. തൻ്റെ മകൾ 20-22 വയസ്സിൽ എങ്ങനെ കാണാനുണ്ടാകുമെന്നുള്ള ഏകദേശ ചിത്രം. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ പോലെ 2 കാപ്പിക്കണ്ണുകൾ.